കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിരോധമൊരുക്കാൻ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വിശദീകരണ യോഗം ചേരും. അതേസമയം മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് വക്കീൽ നോട്ടീസ് അയച്ചു. തനിക്കെതിരായ പ്രചാരണത്തിലൂടെ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ആഭ്യന്തരമന്ത്രിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമാണ് വക്കീൽ നോട്ടീസ് അയക്കേണ്ടതെന്ന് പാറക്കൽ അബ്ദുള്ളയും തിരിച്ചടിച്ചു. എം രാകേഷ് നൽകും വിവരങ്ങൾ. കോഴിക്കോട് നിന്ന് രാകേഷ്, UDF ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഡിവൈഎഫ്ഐ പ്രതിരോധം ഒരുക്കുന്നതിന് വിശദീകരണ യോഗം നാളെ തന്നെ ചേരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഒപ്പം പാറക്കൽ അബ്ദുള്ളക്കെതിരെ റിബേഷ് ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോയിരിക്കുകയാണല്ലോ. തീർച്ചയായും വിനീത, രണ്ട് തരത്തിലുള്ള പ്രതിരോധ നടപടികളുമായാണ് CPIM മുന്നോട്ട് പോകുന്നത്. ഒരു വശത്ത് റിബേഷ് വക്കീൽ നോട്ടീസ് അയക്കുന്നു. അപകീർത്തികരമായ പരാമർശം 3 ദിവസത്തിനകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റിബേഷ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ വക്കീൽ നോട്ടീസിന് മറുപടിയായി പാറക്കൽ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ഈ വക്കീൽ നോട്ടീസ് അയക്കേണ്ടത് ആഭ്യന്തരമന്ത്രിക്കും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമാണ് എന്നുള്ളതാണ്. റിബേഷ് പറയുന്നത് പാറക്കൽ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് സമൂഹത്തിൽ പൊതുജനം മുമ്പാകെ വലിയ അളവിൽ തനിക്ക് അപകീർത്തികരമായ സംഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണം, അത് പ്രസിദ്ധീകരിക്കാനും തയ്യാറാകണമെന്നുള്ളതാണ് റിബേഷിൻ്റെ ആവശ്യം. ഒരു വശത്ത് നിയമപരമായാണ് CPIM ഇതുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ മറുവശത്ത് CPIM ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത്. ബഹുജന പൊതുയോഗമാണ് നാളെ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ വെച്ച് നടക്കുന്നത്. DYFI ജില്ലാ സെക്രട്ടറി ഷൈജുവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള പ്രതിരോധ നടപടികളുമായാണ് CPIM മുന്നോട്ട് പോകുന്നത്. ഒരു വശത്ത് നിയമ നടപടികൾ, മറുവശത്ത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ പരിപാടികളും.